ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. രാഹുകേതു ദശയുടെ ചില പെക്യുലാരിറ്റീസ് നമ്മൾ 2-3 വീഡിയോകളിലായിട്ട് നോക്കുന്നുണ്ട്. രാഹുവും കേതുവും വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ പ്രശ്നം, ആർക്കൊക്കെ നന്മ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. രാഹു കേതു ദശ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ മൊത്തം ഭയമാണ്. കടം വന്ന് മുടിയോ, ഏതെങ്കിലും തരത്തിൽ കെണിയിൽ പെടുവോ, ആരെങ്കിലും നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകുവോ, പല വിധത്തിലുള്ള ചിന്തകളാണ്. രോഗം വന്ന് കിടപ്പിലാവോ, ത്വക്ക് രോഗം വരുവോ, സർപ്പദോഷം വരുവോ, എന്തൊക്കെയല്ലേ ചിന്ത. ഇത് ആർക്കൊക്കെ ഗുണം ചെയ്യുന്നുള്ളതിന് ഞാൻ 3-4 വീഡിയോകളിൽ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. അതില് ഉപജയ സ്ഥാനം കണക്ട് ചെയ്ത് പറഞ്ഞു, കേന്ദ്രസ്ഥാനങ്ങള്, ത്രികോണസ്ഥാനങ്ങള്, ആശ്രയനാഥൻ, ഗ്രഹപാർവയെ കണക്ട് ചെയ്ത് പറഞ്ഞു. ഇനി ഈ വീഡിയോയിൽ പറയാൻ പോണത് ഒരു രാഹുവിന്റെയും കേതുവിന്റെയും കൂടെ ശുഭഗ്രഹം, ഏറ്റവും ശുഭഗ്രഹമായിട്ടുള്ള വ്യാഴം നേരെ നോക്കിക്കഴിഞ്ഞാല്, നേരെ 7-ാം പറവയാൽ നോക്കി കഴിഞ്ഞാൽ പരസ്പര ദൃഷ്ടി വരും. ആ സമയത്ത് രാഹുവിന്റെ കേതുവിന്റെ ദശയാണെങ്കിലും ആ സമയത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. അതുപോലെ തന്നെ രാഹുവിന്റെയും കേതുവിന്റെയും നിൽപ്പിന്റെ കൂടെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാഹു മുന്നിലും വ്യാഴം പിന്നിലായിട്ട് നിൽക്കണം. ഡിഗ്രിയിൽ വ്യാഴത്തിന്റെ ഡിഗ്രിക്ക് അപ്പുറമായിരിക്കണം രാഹുവിന്റെ കേതുവിന്റെ ഡിഗ്രി. അത്തരത്തിൽ നിന്ന് കഴിഞ്ഞാലും അവിടെ ഗുണം ചെയ്യും. തിരിച്ചാണെന്നുണ്ടെങ്കിൽ വക്രമായിട്ടുള്ള വ്യാഴമായിരിക്കണം. അപ്പോ വക്ര വ്യാഴം മുന്നോക്കം നോക്കി ഡിഗ്രി കൂടിയ അളവിൽ നിന്നിട്ട് രാഹു നിൽക്കുകയാണെങ്കിൽ ഗുണം ചെയ്യും. അതല്ല വ്യാഴത്തിന്റെ അപ്പുറം, അതായത് വ്യാഴത്തിന്റെ ഡിഗ്രിക്ക് അപ്പുറമാണ് രാഹുവിന്റെ ഡിഗ്രി എങ്കിലും അവിടെയും ഗുണം ചെയ്യും രാഹുകേതു ദശയിൽ. രാഹുവിന്റെയും കേതുവിന്റെയും കാര്യം ഒരുമിച്ചാണ് പറയുന്നത്. അപ്പൊ വ്യാഴത്തിന്റെ നോട്ടം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടം വന്നു കഴിഞ്ഞാല് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടവും വ്യാഴത്തിന്റെ ഡിഗ്രിക്ക് അപ്പുറമാകരുത് രാഹുവിന്റെയും കേതുവിന്റെ ഡിഗ്രി എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാലും രാഹുവിന്റെയും കേതുവിന്റെയും ദശയില് അത്യാവശ്യം രക്ഷോട്ട് വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. വ്യാഴത്തിന്റെ ദശ അപഹാരങ്ങൾ വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾ സ്വത്തിന്റെ ഇടപാടുകൾ നടത്തുക, സ്വത്ത് പങ്കുവെക്കുക, സ്വത്ത് വിൽക്കുക, സ്വത്ത് ഭാഗം വെക്കുക, വീട് പണി നടത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കേതുവിന്റെ അപഹാരം, കേതുവിനോട് കൂടെ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശയിൽ വ്യാഴത്തിന്റെ അപഹാര കാലത്ത് കടം എടുത്തു കഴിഞ്ഞാൽ കടക്കാരനാവും, കടം കൂടി വരും. അപ്പൊ അത് വ്യാഴത്തിന് ചില സമയത്ത് വ്യാഴത്തിന് പ്രശ്നം വന്ന് കാണാറുണ്ട്. പ്രത്യേകിച്ചും ഇവർക്ക് 6, 8, 12 ഗ്രഹങ്ങളുടെ സ്ഥാനാധിപന്മാരുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷത്തെ ചെയ്യും. അതല്ല ദൃഷ്ടി ഒന്നുമില്ല, കുഴപ്പമില്ല എങ്കിൽ നല്ല സ്ഥാനങ്ങളിൽ കൂടിയാണ് 5, 9 സ്ഥാനങ്ങളിലോ 1, 4, 7, 10 സ്ഥാനങ്ങളിലോ രാഹുകേതുക്കൾ നിൽക്കുകയും വ്യാഴം ആ പൊസിഷനിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് നന്മകൾ പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒരു പ്രറ്റി ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഇതിന്റെ ഉള്ളില് എത്രത്തോളം എങ്ങനെയെന്ന് ഞ്ഞുണുക്കമായിട്ട് പറയാൻ പറ്റുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബലം എടുക്കാൻ പറ്റുന്നതും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.